ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് നല്ല പച്ച മീനാണ്. ആ മീൻ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ അയില അപ്പം നോക്കാം. അയിലക്കണ്ണി മീൻ എന്ന് പറയും. ഇതിൻ്റെ അയിലയുടെ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പം അയിലക്കണ്ണിയുടെ ചെറിയ മീനാണിത്. അയിലക്കണ്ണിയുടെ വലിയതും ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇത്രയും അയിലക്കണ്ണിയുണ്ട്. നമുക്ക് അയിലക്കണ്ണിയുണ്ട്. പിന്നെ 2 കിളിമീൻ ഉണ്ടായി, ചുമന്ന 2 കിളിമീനുണ്ട്. പിന്നെ നമുക്ക് പാമുള്ളൻ എന്ന് പറയും. ഉണ്ടാ, നല്ല കഴമ്പുള്ളതാണ്. ഉണ്ട്, ഇത്രയും കഴമ്പുള്ളതാണ്. നല്ല മീനാണിത്. ഇത് നമ്മൾ വെട്ടി തേച്ച് കഴുകി അധികം വെള്ളമില്ലാണ്ട് പച്ചമുളക് ഇഞ്ചിയും വേപ്പിലയൊക്കെ ഇട്ട് വാട്ടി നമുക്കിത് തിളപ്പിച്ച് കഴിക്കാം. നല്ല രസമാണ് ഈ മീൻ, നല്ല ടേസ്റ്റാണ്. നല്ല രുചിക്ക് നമ്മൾ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതുണ്ട് നമുക്ക്. അത് കുറച്ചുണ്ട്. ഉണ്ട്, അത് അയിലക്കണ്ണിയാണ്. ഉണ്ട്, 3 അയിലക്കണ്ണിയായിട്ട് ഉണ്ടെന്ന് വലുത്. നമ്മൾ ആദ്യം കണ്ടില്ലേ ചെറിയ അയിലക്കണ്ണി, അതിൻ്റെ വലുതാണിത്. ഉണ്ട്, വെയിലടിക്കണായിരുന്നേ. 3 അയില പോലെ തന്നെ ഇരിക്കും. കണ്ടത് ഇങ്ങനെ അയിലക്കണ്ണിയാണെന്ന് അറിയണത് ഇവിടെ കണ്ട വാലിൻ്റെ അവിടെ മുള്ളു പോലെ ഉണ്ടാവും. ഇതാ ചെറുതിനും ഉണ്ട്, ചെറിയ മീനും ഉണ്ട് അങ്ങനത്തെ. കണ്ട മുള്ളു പോലത്തെ അരം പോലത്തെ. ഇത് ഇവിടെ ഇങ്ങനെ മുള്ളു കൂടുതലുള്ളതുണ്ട്, അത് വറ്റിയണത്. അപ്പം ഇത് 3 അയിലക്കണ്ണിയുണ്ട്. ഉണ്ട്, 3 അയിലക്കണ്ണി. പിന്നെ നമുക്ക് ഉള്ളത് അയിലയാണ്. മുകളിലിരിക്കണതെല്ലാം അയിലയാണ്. മുകളിലിരിക്കണതെല്ലാം അയിലുണ്ട്. അപ്പം ഇത്രയും മീനുണ്ട്. ഇനി നമ്മൾ മീനുകളെല്ലാം വെട്ടിക്കഴിഞ്ഞ് അയിലക്കണ്ണി, പാമുള്ളൻ, പിന്നെ ചെറിയ അയിലക്കണ്ണി, കിളിമീൻ എല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് കയറ്റും. കണ്ടെയ്നറിൽ, ഇങ്ങനത്തെ കണ്ടെയ്നറിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെള്ളമൊഴിച്ച് കയറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ചെറിയ അയിലക്കണ്ണി മുറിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിങ്ങനെ കണ്ട ഈ കണ്ടെയ്നറിലോട്ട് ഇങ്ങനെ മാറ്റിയിടും. ഇതേപോലെ നിറച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം നിറക്കാം. നിറച്ചും വെള്ളം ഒഴിക്കാം. ഇതൊക്കെ നല്ലോണം ഉപ്പിട്ട് തേച്ച് ശേഷം വെള്ളം നിറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് അടയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ടൈറ്റായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് കയറ്റാം. ഇങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്നോളൂ. നമുക്ക് കറി വെക്കാൻ നേരത്ത് നമുക്ക് അതിങ്ങനെ എടുത്തിട്ട്, അതിപ്പോൾ ഒരു കറിക്കുള്ളതാണ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചേക്കണത്. അത് നമ്മങ്ങനെ എടുത്ത് ഒന്നും കൂടെ കഴുകി അങ്ങോട്ട് നമുക്ക് കറി വയ്ക്കാം.